ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. തിയേറ്ററുകളിൽ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ്. സിനിമയ്ക്ക് 2 ദിവസം കൊണ്ട് 500K ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ മാത്രമായി വിറ്റുപോയിരിക്കുന്നത്. ഇന്നും തരംഗമായി തന്നെ ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കാര്യം കേരള കളക്ഷനിലേക്ക് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബഡ്ജറ്റ് ആ കാര്യങ്ങളിലേക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കേരള കളക്ഷൻ സിനിമയ്ക്ക് 2 ദിവസം കൊണ്ട് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് 10,80,00,000 രൂപയോളമാണ്. ആദ്യ ദിനം 7,20,00,000 രൂപ നേടിയ സിനിമ രണ്ടാം ദിനം 3,50,00,000 രൂപയോളമാണ് നേടിയിരിക്കുന്നത്. ട്രാക്ഡ് കളക്ഷനിലൂടെ ഇതുവരെയുള്ള 3 ദിവസത്തെ കളക്ഷൻ 12,30,00,000 രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. ഇതിനോടകം തന്നെ ആദ്യ ദിനം 15 കോടിയോളം നേടിയ ചിത്രം രണ്ടാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾക്ക് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. സിനിമയുടെ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ബഡ്ജറ്റ് തന്നെയാണ്. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് സിനിമയ്ക്ക് 50 കോടിയോളമാണ് ബഡ്ജറ്റായി വന്നിരിക്കുന്നത്. വമ്പൻ താരനിരയോടുകൂടി തന്നെയാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. ഏറെ നാളുകളെടുത്ത് ചിത്രീകരിച്ച സിനിമയിൽ മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ താരങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഇതിനകത്തിൽ മോഹൻലാൽ ഫ്രീ ആയി അഭിനയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഒരു പക്ഷത്ത് കേൾക്കാൻ കഴിയുന്നത്. മറ്റു പക്ഷത്ത് കേൾക്കാൻ കഴിഞ്ഞത് 10 കോടിയോളം മോഹൻലാലിന് റെമ്യൂണറേഷൻ കൊടുത്തു എന്നുള്ള കാര്യവുമാണ്. എന്താണേലും ദിലീപ് തുടങ്ങി വലിയ ലെവലിലുള്ള താരനിര തന്നെ അണിനിരക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് 50 കോടി എന്നുള്ള ആ ഒരു എമൗണ്ട് അത്ര വലുതായി തോന്നുന്നില്ല എന്നുള്ളത്. പക്ഷേ സിനിമയുടെ കളക്ഷനും മികച്ച രീതിയിൽ തന്നെയാണ്. ആദ്യ വാരത്തിൽ തന്നെ സിനിമ 50 കോടി തൂക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും വരുന്ന ക്രിസ്മസ് ഡേയ്സ് വലിയ രീതിയിൽ സിനിമയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് സിനിമ എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് ഈ സിനിമ എത്തിപ്പെടുമെന്നും വിചാരിക്കുന്നു. മണിക്കൂറിൽ 17,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയ 3 സിനിമകൾ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ 2ാം പൊസിഷനിൽ നിൽക്കുന്ന ചിത്രമായി ഈ ഒരു സിനിമ മാറുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മോഹൻലാലിൻ്റെ ഒടിയനെ തെറിഞ്ഞുകൊണ്ട് 7,20,00,000 രൂപ നേടുന്ന മറ്റൊരു ചിത്രമായി മാറുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. വരുന്ന ദിവസങ്ങൾ ശനി ഞായർ തിങ്കൾ അങ്ങോട്ട് ഏകദേശം ഒരു 8-9 ദിവസങ്ങൾ കിടക്കുന്ന ന്യൂ ഇയർ വരെയുള്ള ദിവസം, ആ ദിവസങ്ങളിൽ സിനിമ കസറും എന്നുള്ള ഉറപ്പാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ സിനിമ 50 കോടിക്ക് മുകളിലെത്തും. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 100 കോടി കടക്കും എന്നുള്ള പ്രതീക്ഷയുമാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.